സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇന്നലെ ശബരിമലയിൽ വ്യാപകമായിട്ടുള്ള സ്വർണ്ണക്കൊള്ള നടന്നു എന്ന ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിലയിരുത്തുന്നത് കണ്ടു. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും എന്ന കഥ അന്തരീക്ഷത്തിലുണ്ട്. 5 പേരുടെയൊക്കെ പേര് ഉണ്ട് അടുത്ത അറസ്റ്റിന് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. എന്തായാലും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും എന്ന് നമുക്ക് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ 5 പേർക്കെതിരെ കൂടി തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി എന്നാണ്. ദ്വാരപാലക കേസ് ശില്പവുമായി ബന്ധപ്പെട്ട കേസിൽ 3 പേർക്കും കട്ടിളപ്പാളി കേസിൽ 2 പേർക്കുമെതിരായ തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത്. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വിവരവും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. സിജോ വിജോൺ കൂടുതൽ വിവരങ്ങളുമായി. സിജോ, അപ്പോൾ വലിയ അറസ്റ്റുകളിലേക്കായിരിക്കുമോ പോകുന്നുണ്ടാവുക? അത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറ്റുക. PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളെ വരും ദിവസങ്ങളിൽ വൈകാതെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അറസ്റ്റ് പ്രശാന്തോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കടകംപള്ളിയിലേക്കൊക്കെ ഇനി കടക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ കൽപേഷ് ഉൾപ്പെടെ ഈ ആരോപണത്തിന്റെ മുന്നിൽ വന്നിരുന്നു. ഇവരുടെയൊക്കെ അറസ്റ്റിലേക്ക് ഇതുവരെയും പോയിട്ടില്ല. ഇവരെ പ്രതികർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നിലവിൽ 2 കേസുകളാണ് SIT ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന. ഒന്ന് ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ 2 കട്ടിളപ്പാളിയും കൊണ്ടുപോയതിൽ ദ്വാരപാലക ശില്പം കൊണ്ടുപോയ സംഭവത്തിൽ ആകെ 16 പേരാണ് സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നത്. അതിൽ 11 പേരുടെ അറസ്റ്റ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 5 ആളുകളാണ്. ഇതിൽ 3 പേരുടെ പങ്ക് സംബന്ധിച്ച ചില നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കട്ടിളപ്പാളിയാണ്. കട്ടിളപ്പാളി കേസിൽ 13 പേരെയാണ് സംശയത്തിലുണ്ടായിരുന്നത്, ആരോപണത്തിന്റെ നിലയിൽ നിൽക്കുന്നത്. ഇതിൽ 11 പേരുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 2 പേരുണ്ട്. അങ്ങനെ ആദ്യ കേസിലെ 3ഉം ഈ രണ്ടാമത്തെ കേസിലെ 2ഉം അങ്ങനെ 5 പേരിലേക്കാണ് ഇനി അറസ്റ്റിനുള്ള സാധ്യത ഉണ്ടാവുന്നത്. വൻ സ്രാവുകൾ ഇനിയും ഉണ്ടാവും, അറസ്റ്റിലുണ്ടാവും എന്നുള്ള സൂചനയാണ് ലഭിക്കുകയും ചെയ്യുന്നത്. പ്രശാന്തിൻ്റെയൊക്കെ പേര് ഈ അടുത്ത ഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യലിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം SIT പ്രശാന്തിനെ ബന്ധപ്പെട്ടിരുന്നു. വൈകാതെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം, തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ ഇന്നലെ ഉത്തരവ് നമ്മൾ വായിക്കുമ്പോൾ ഇത് അന്വേഷണം ഈ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയിൽ മാത്രം നിൽക്കുന്നതല്ല. കഴിഞ്ഞ 20 വർഷത്തെ ശബരിമലയിലെ ഇടപാടുകൾ സംബന്ധിച്ച് മുഴുവൻ രേഖകളും പരിശോധിക്കണം, അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞ 2 കേസുകളും അതോടൊപ്പം തന്നെ പുതിയ കൊടിമരം നിർമ്മിച്ചതും അതിലുണ്ടായിരുന്ന വാജി വാഹനം കൊണ്ടുപോയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അന്നത്തെ ഇടപാടുകൾ സംബന്ധിച്ച് 2017 കൊടിമരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അജയ് തറയിലിന് ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ്.